الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൽമിൻ്റെ ആദാന പ്രദാനത്തിനു വേണ്ടി നമ്മൾ ഈ സംഘടിച്ചത് പരലോകത്ത് നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടികയിൽ വലിയ കനം തൂങ്ങുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളി ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ബന്ധുക്കളുടെ ഇഷ്ടക്കാരുടെ ഹദറത്തിലേക്ക് ഈ മജ്ലിസിൻ്റെ സന്തോഷം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഉസ്താദുമാരൊക്കെ ഹ്രസ്വമായ ഭാഷണത്തിലൂടെയാണെങ്കിലും അനിവാര്യമായ പല വിഷയങ്ങളും നിങ്ങളെ തെറ്റിപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ അനുഗ്രഹം ചൊരിഞ്ഞ് ആദരിച്ച ഒരു നാട്ടുകാരാണ്, പ്രദേശവാസികളാണ് നിങ്ങൾ. ഉസ്താദുമാരൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വസിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് അള്ളാഹു ചെയ്യുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ സാന്നിധ്യവും അവരുടെ ഹുളൂറുമൊക്കെ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക്, ഗുണങ്ങൾക്ക് വലിയ നിമിത്തമാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഇടം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ബഹുമാനങ്ങൾ നൽകി ആദരിച്ച ഔലിയാഇന്റെ ചാരയാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന സമയം മരണത്തെ മുന്നിൽ കണ്ട് മരണം വരിക്കാനിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവർകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ ചാര ചെല്ലണം. എന്നിട്ട് മഹദി അവർകളോട് എന്റെ ഒരു ആഗ്രഹം അവതരിപ്പിക്കണം. അതെന്താണ്? അവരുടെ വീട്ടിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ. അവിടെ ഒരു ഖബറിന് കൂടിയുള്ള സ്ഥലം ബാക്കിയുണ്ട്. ആ സ്ഥലം ഉമറിന് അനുവദിച്ചു തരുമോ? അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ, അന്തിയുറക്കം അവിടെയാകാൻ വലിയ ആഗ്രഹമുണ്ട്. മഹദി അവർകളോട് സമ്മതം ചോദിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ
നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപം ചെന്നപ്പോൾ മഹദി അവർകൾ കരയുകയാണ്, ഇരുന്ന് കരയുകയാണ്. വിഷയം അവതരിപ്പിച്ചു. പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെയുള്ള ഈ ഖബറിന്റെ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട്. മഹദി അവർകൾ പറഞ്ഞു, അത് ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു. കാരണം അവിടെയുള്ളത് ഒന്ന് എന്റെ പിതാവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്, മറ്റൊന്ന് എന്റെ പ്രിയ ഭർത്താവും സയ്യിദുൽ വജൂദുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ഉമർ എന്നവരല്ലേ ചോദിക്കുന്നത്, അതുകൊണ്ട് ആ സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച ആ ഇടം ഞാൻ മഹാനവറുകൾക്ക് നൽകുകയാണ്, മഹാനവറുകളെ അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിന്റെ വ്യാഖ്യാതാക്കൾ അവിടെ പറഞ്ഞത് കാണാം, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു ഇടം ആഗ്രഹിക്കാനുണ്ടായ കാരണം സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇടമുറിയാതെ വർഷിക്കും. അപ്പൊ അവിടെ അടങ്ങിക്കിടക്കുന്ന ആളുകൾക്കും അതിന്റെ അംശം ലഭിക്കും. അതുകൊണ്ടാണ് മഹാനവറുകൾ അങ്ങനെ ആഗ്രഹിച്ചത്. ഇമാം ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു തന്റെ മുഗ്നിയിൽ എഴുതിയത് കാണാം, സ്വാലിഹീങ്ങളായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ ശ്മശാനങ്ങളിൽ അന്തിയുറങ്ങാൻ ആഗ്രഹിക്കലും അങ്ങനെ അന്തിയുറങ്ങലും ഒക്കെ വളരെ ശ്രേഷ്ഠമായ സുന്നത്തായ ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നാട്ടുകാർ എത്ര വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഇവിടെ സ്വഹാബാക്കളുടെ പാദസ്പർശമേറ്റ ഭൂമികയാണ്. അന്തിയുറങ്ങുന്ന ശുഹദാക്കളിൽ ഒരു സ്വഹാബിയുണ്ടെന്ന് വന്നിരായ എന്റെ സുഹൃത്ത് സ്വാലിഹ് ഉസ്താദ് പറഞ്ഞു. ഞാൻ നേരത്തെ പല പ്രാവശ്യം ഇവിടെ സിയാറത്തിനും മറ്റുമൊക്കെയായി വന്നിട്ടുണ്ട്. ഒരു സ്വഹാബിയുടെ പാദസ്പർശമേറ്റ് ആ മഹാനുഭാവൻ അന്തിയുറങ്ങുന്ന മണ്ണാണിതെന്ന് പറയുമ്പോൾ എത്രമേൽ അനുഗ്രഹീതമായ, എത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു ഭൂമിയാണിത്. അവിടെ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ എത്രയേറെ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് ചിന്തിക്കുകയും അനുഗ്രഹത്തിന് മതിയായ ശുക്ർ നിങ്ങൾ പ്രകാശിപ്പിക്കുകയും ചെയ്യണം. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്കെല്ലാം ഈ ഔലിയാഇന്റെ മഖ്ബറയിൽ ഇറങ്ങുന്ന റഹ്മത്തിന്റെ അംശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു അമലല്ലല്ലോ, അവരുടെ മഹത്വമാണ്. നേരത്തെ ഏതോ ഒന്നിരായ ഉസ്താദ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ കേട്ടു, മുറ്റത്തെ മുല്ലക്ക് മണമുണ്ടാകില്ല. ശരിയാണ്. പലപ്പോഴും ഈ നാട്ടുകാരായ ആളുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഖ്ബറ, മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥാനം എന്ന നിലക്ക് ഒരുപക്ഷെ വേണ്ട ഒരു പരിഗണനയും ബഹുമാനവും നമ്മുടെ മനസ്സിൽ തോന്നാതിരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു സ്ഥലവുമായി ഈമാൻ കുറഞ്ഞ് നമ്മെപ്പോലെയുള്ള ആളുകൾ നിരന്തരമായി ഇടപഴകുമ്പോൾ അതിന്റെ ആ ബഹുമാനവും അതിന്റെ ഷറഫും ഫളലും ഒക്കെ വേണ്ട വിധം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണെന്ന് പറയാം. മക്ക ഹറമിൽ, മക്കയിൽ മുജാവറത്ത്, അവിടെ ഇങ്ങനെ അയൽപ്പക്കം കൂടി താമസിക്കുക എന്നുള്ളത് ഇമാമുകളിൽ പലരും ഒരു വലിയ ബേജാറോടെ കണ്ടിരുന്ന കാര്യമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിൽ കാര്യകാരണ സഹിതം അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നിരന്തരം ആ ഭൂമികയിൽ നമ്മെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ പോയി വന്നും കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയോടുള്ള മഹത്വവും അതിനോട് കൽപ്പിക്കേണ്ട, മനസ്സിൽ അങ്കുരിക്കേണ്ട വലിയ ബഹുമാനവും നഷ്ടപ്പെടാൻ ഇടവരുമോ എന്ന ആശങ്കയാണ്. ഇരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. ചുരുക്കി ആമുഖമായി ഞാൻ പറഞ്ഞത്, നിങ്ങൾ വലിയ അനുഗ്രഹീതരാണ്. ഈ സ്വഹാബത്ത് അതുപോലെ മറ്റുള്ള ശുഹദാക്കൾ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ, പ്രദേശത്ത് താമസിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ചെറിയ ഭാഗ്യം ലഭിച്ചവരല്ല എന്ന് എപ്പോഴും ഓർക്കണം എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സമുദായത്തിൽ അംബിയ കഴിഞ്ഞാൽ നമ്മുടെ ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുമുഖം ദർശിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല.
അതുകൊണ്ട് തന്നെ വിശ്വാസിയായി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അയാൾക്ക് കൈവരുന്ന വലിയ നേട്ടമാണ് സുഹബത്ത് എന്ന് പറയുന്നത്. അതിനോളം കെടയൊക്കുന്ന മറ്റൊരു അമലും ഇല്ല. അത് അമലിന്റെ ആധിക്യം കൊണ്ട് കിട്ടുന്ന ഒന്നല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ട്, ആ തിരുമുഖ ദർശനം കൊണ്ട് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. എന്നോട് സ്വാലിഹ് ഉസ്താദ് സംസാരിക്കാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് മഹബ്ബത്തിന്റെ വിഷയങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവത്തെക്കാളും പ്രിയപ്പെടണം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു വിഷയമാണ്. ഞാനതിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനെയും പ്രിയപ്പെടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ പിരിച്ചപ്പെടുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തേടപ്പെട്ട നിർബന്ധമായ മഹബ്ബത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണല്ലോ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. എല്ലാവർക്കും പാഠമുള്ള ചെറിയ കുട്ടികളുടെ നാവിൻ തുമ്പിൽ വരെ എപ്പോഴും വരുന്ന പ്രസിദ്ധമായ ഒരു തിരുവരുളാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകുന്നില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവരിലേക്ക് ഏറ്റവും പിരിശപ്പെട്ടയാളാകുന്നത് വരെ, മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ, തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഈ ഭൗതിക ലോകത്ത് തനിക്ക് പിരിശപ്പെട്ട ആരെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഉണ്ടോ, അതിനേക്കാളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് പിരിശപ്പെടുന്നത് വരെ, തങ്ങൾ അഹബ്ബാകുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയല്ല. ആ സ്നേഹം എങ്ങനെയാണ് സ്ഥിരീകരിക്കുക? അതിന്റെ അടയാളങ്ങൾ എന്താണ്? ഇമാം ഖുസ്തുല്ലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ദുനിയയിൽ ധാരാളം അടയാളങ്ങൾ എണ്ണിയത് കാണാം. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ അശ്ശിഫയിൽ ധാരാളം അടയാളങ്ങൾ എണ്ണിയത് കാണാം. അതിലൊന്നാണ് മഹബ്ബത്തു അഹ്ബാബിഹി വ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരെ, തങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ, വസ്തുക്കളെയെല്ലാം ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്ന് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ്. മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, ഒരു വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ തങ്ങളെ സൽക്കരിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടാനായി വെച്ച കറി വെച്ച പാത്രത്തിൽ നിന്ന് ചുരക്ക പ്രത്യേകം തെരഞ്ഞെടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ പിന്നീട് അങ്ങോട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കറി പാത്രം കൊണ്ടുവന്ന് വെച്ചാൽ ചുരക്ക പ്രത്യേകം തെരഞ്ഞെടുത്ത് കഴിക്കാറുണ്ട്. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെ, വസ്തുക്കളെ, വ്യക്തികളെ ഇഷ്ടപ്പെടൽ നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അടങ്ങിക്കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്വഹാബിയടക്കം സർവ്വ സ്വഹാബികളെയും പ്രിയപ്പെടുക എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 24-ാം സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൂനഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബി തങ്ങൾ പറയുക, ഇൻ കാന ആബാഉക്കും, നിങ്ങളെ മാതാപിതാക്കളായാൽ, വ അബ്നാഉക്കും, നിങ്ങളെ മക്കളായാൽ,
ഇഖ്വാനുക്കും നിങ്ങളെ സഹോദരങ്ങളായാൽ, അസ്വാജുക്കും നിങ്ങൾ ഇണകളായാൽ, അശീറത്തുക്കും നിങ്ങളെ മറ്റു ബന്ധുക്കളായാൽ, നിങ്ങൾ സമ്പാദിച്ച രാപ്പകലില്ലാതെ ഓടി നടന്ന് കട്ടപ്പെട്ടു നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്തുവകകൾ ഉണ്ടല്ലോ, അതായാൽ നാശം ഭവിക്കുമോ എന്ന് നിങ്ങൾ ഭവിക്കുന്ന നിങ്ങളെ കച്ചവടമായാൽ, നിങ്ങൾ വസിക്കുന്ന വലിയ വീടുകളില്ലേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ വീടെന്ന് പറയുന്നത്, അവന്റെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ അവൻ പണികഴിച്ച സുന്ദരമായ ഭവനങ്ങളില്ലേ, ആ വീടുകളായാൽ അഹബ്ബ ഇലൈക്കും നിങ്ങളിലേക്ക് ഏറ്റവും പിരിശപ്പെട്ടതായാൽ, ഇഷ്ടപ്പെട്ടതായാൽ, മിനല്ലാഹ് അല്ലാഹുവിനേക്കാൾ, വറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ, ഈ പറഞ്ഞ വസ്തുക്കളും വ്യക്തികളുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പിരിശപ്പെട്ടതായാൽ, ഫതറബ്ബസൂ നിങ്ങൾ കാത്തുകൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ വരാനുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്, അവന്റെ റസൂലിനെയാണ്. നബി തങ്ങളേക്കാൾ പിരിശപ്പെട്ട ഒരു ബാപ്പയുണ്ടാകാൻ പാടില്ല, ഒരു മകനുണ്ടാകാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മുനാഫിഖുകളുടെ നേതാവുണ്ടായിരുന്നു. കപട വിശ്വാസികളാണ് മുനാഫിഖുകൾ. സൂറത്തുൽ ബഖറയുടെ ആമുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി സവിശദം പറഞ്ഞിട്ടുണ്ട്. ആ മുനാഫിഖുകളുടെ തലവനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അയാളെ മകനുണ്ട് അബ്ദുല്ലാഹ്, മകന് സ്വഹാബിയാണ്. ബാപ്പ മുനാഫിഖുകളുടെ തലവനാണ്, ബാപ്പ മഹാവടക്കാണ്, മകൻ ഈ പറഞ്ഞ പോലെ സ്വഹാബിയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നു. ചരിത്രത്തിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം തങ്ങൾ വുളൂ ചെയ്യുന്നു. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുള്ളത് വെള്ളം കുടിക്കുന്ന സമയമെന്നാണ്. ഇമാം ത്വബരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിലുള്ളത് വുളൂ ചെയ്യുമ്പോൾ എന്നാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വഹാബിയായ അബ്ദുല്ലാഹ്, മുനാഫിഖായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകനാണ്, പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ സ്വൽപ്പം വെള്ളം ബാക്കി വെക്കണം, തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി അല്പം എനിക്ക് വേണം. അതെന്തിനാണ്? എന്റെ ബാപ്പാക്ക് കുടിക്കാൻ കൊടുക്കാനാണ്, എന്റെ ബാപ്പാക്ക് കുടിപ്പിക്കാനാണ്. എന്റെ ബാപ്പ മുനാഫിഖുകളുടെ തലവനാണ്, തങ്ങൾക്കെതിരെ വല്ലാതെ സംസാരിക്കുന്നയാളാണ്. നേരത്തെ പറഞ്ഞ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ പ്രിയ പത്നിയല്ലേ. യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക, ജനങ്ങളിൽ വെച്ച് തങ്ങൾക്ക് ഏറ്റവും പിരിശപ്പെട്ടയാളാണ്? ആയിഷ. തങ്ങളെ മറുപടി ആയിഷ എന്നാണ്. പുരുഷന്മാരിൽ വെച്ച് ആരാണ് നബി? അബൂഹാ, ആയിഷയുടെ പിതാവ് സിദ്ദീഖുൽ അക്ബർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നബി തങ്ങളെ സന്തത സഹചാരിയാണ്. ജീവിതത്തിൽ ഒരുമിച്ചു, മരണത്തിലും ഒരുമിച്ചു. ഇബ്നു കസീർ പറഞ്ഞത് കാണാം, നബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമുള്ള ആത്മബന്ധമറിയാൻ വഫാത്തിനു ശേഷം അവരെ അന്ത്യവിശ്രമം പരിശോധിച്ചാൽ മതി. ജീവിതകാലത്തൊന്നിച്ചതുപോലെ ജമഅഹും അൽ മൗതു, മരണവും അവരെ ഒന്നിപ്പിച്ചല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹാ അവരെ പറ്റി മുനാഫിഖുകൾ വ്യഭിചാരാരോപണം പറഞ്ഞല്ലോ. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ സവിശദം പറഞ്ഞിട്ടുണ്ടല്ലോ. മുനാഫിഖുകൾ ആരോപണം പറഞ്ഞപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായ ആളാണ് ഇപ്പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ.
റസൂലല്ലാഹ്, തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം എന്റെ ബാപ്പ കുടിച്ചാൽ തങ്ങളെ വെള്ളത്തിന്റെ ഫضല കൊണ്ട് എന്റെ പിതാവിന്റെ ഖൽബ് അല്ലാഹു ശുദ്ധീകരിച്ചേക്കാം, ശുദ്ധിയാക്കുമല്ലോ. അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ നന്നായി കിട്ടാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ആളല്ലേ, തങ്ങൾ വെള്ളം കൊടുത്തു. ആ വെള്ളവുമായി അതാ അബ്ദുള്ള എന്ന് പറയുന്ന മകൻ, സുഹാബിയായ മകൻ, ബാപ്പയൊന്ന് നന്നായി കിട്ടട്ടെ എന്ന ചിന്തയുള്ള മകനാണ്. ബാപ്പയുടെ സവിധത്തിലേക്ക് ഓടുന്നു, വെള്ളം കൊടുക്കുന്നു, ഇത് കുടിക്കണം. ബാപ്പ ചോദിച്ചു, ഇതെന്താ? നബി തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയാ, നിങ്ങളത് കുടിക്കണം, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ ഖൽബ് ശുദ്ധിയാക്കിയേക്കാം. അന്നേരം നെറികെട്ട ആ മനുഷ്യന്റെ മറുപടി എന്താണ്? ഇതിനേക്കാൾ ഭേദം നിനക്ക് നിന്റെ ഉമ്മാന്റെ മൂത്രം കൊണ്ടുവന്നു കൂടായിരുന്നോ? മുഹമ്മദ് കുടിച്ച വെള്ളത്തിന്റെ മിച്ചത്തേക്കാൾ എനിക്ക് താല്പര്യം നിന്റെ ഉമ്മയുടെ മൂത്രമാണ്. ഇതങ്ങ് കേട്ട സമയത്ത് രക്തം തിളക്കുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ഓടുന്നു. യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ ബാപ്പയെ എനിക്ക് കൊല്ലണം, വധിച്ചു കളയണം, തലവെട്ടണം, അതിന് തങ്ങൾ എനിക്ക് സമ്മതം തരണം. റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങളെ ബാപ്പയില്ലേ, ബാപ്പയോട് ദയ കാണിക്കണം, മയം കാണിക്കണം. തങ്ങളെക്കാൾ പിരിശപ്പെട്ടയാളല്ല ബാപ്പ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. ഇപ്പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി, ഇമാം സുദ്ദിയെ ഉദ്ധരിച്ച് എഴുതിയത് കാണാം. ഈ ആയത്ത് അവതരിച്ചത് ഇപ്പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന സ്വഹാബിയുടെ കാര്യത്തിലാണ്. അപ്പൊ ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ പിതാവിനേക്കാൾ, തന്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും പിരിശപ്പെടേണ്ടതാരെയാണ്? നബിതങ്ങളെയാണ്. നബിതങ്ങളെക്കാൾ പിരിശപ്പെട്ട ഒരു വ്യക്തി വേറെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സാധാരണ പറയും, അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ എനിക്കിഷ്ടം. അത് കേവലം ഒരു വാദമാണ്, യാഥാർത്ഥ്യമല്ല. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ അതിനെ സ്ഥിരീകരിക്കുന്ന ധാരാളം അടയാളങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാനത് വഴിയെ പറയാം. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാപ്പ വിഷയമല്ല, സഹോദരങ്ങൾ വിഷയമല്ല, ഉമ്മ വിഷയമല്ല. ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു യുദ്ധക്കളത്തിൽ അതാ ഒരു സഹോദരി, ഒരു പെണ്ണ് ഓടി നടന്നു ചോദിക്കുന്നു, ഐന റസൂലുള്ളാഹ്, നബി തങ്ങൾ എവിടെയാണ്? ഉഹദ് യുദ്ധവേളയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇമാം ഖുസ്തുല്ലാനി എഴുതിയിട്ടുണ്ട്, ഇമാം ഖാദി ഇയാദ് എഴുതിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമാ. ഒരു കിംവദന്തി പറഞ്ഞു, ഖുതില മുഹമ്മദു, മുഹമ്മദ് കൊല്ലപ്പെട്ടുപോയി. ഒരു കിംവദന്തിയാണ്, അതിനൊരു പശ്ചാത്തലമുണ്ട്, വിശദീകരിക്കുന്നില്ല. അപ്പോഴാണ് ഒരു അൻസ്വാരിയായ പെണ്ണ്, ഖുതില സൗജുഹാ വ അഖൂഹാ, ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, സഹോദരനതാ മരിച്ചു കിടക്കുന്നു, മക്കള് മരിച്ചു കിടക്കുന്നുണ്ട്, ബാപ്പ മരിച്ചു കിടക്കുന്നുണ്ട്. അത് വിഷയമല്ല. ചോദിക്കുന്നത് ഐന റസൂലുള്ളാഹ്, നബി തങ്ങൾ എവിടെ? മാ ഫഅല റസൂലുള്ളാഹ്, മാ ഫഅല റസൂലുള്ളാഹ്, നബി തങ്ങൾക്ക് എന്തു പറ്റി? തങ്ങൾ അവസ്ഥ എന്താണ്? സ്വഹാബത്ത് പറഞ്ഞു, ബിഖൈരിൻ, അൽഹംദുലില്ലാഹ്, തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. പോരാ, എനിക്ക് കാണണം. തങ്ങളെ എനിക്ക് കാണിച്ചു തരണം. നബി തങ്ങളെ കണ്ടപ്പോ ആ പെണ്ണ് തങ്ങൾ
തങ്ങളെ വസ്ത്രം ഇങ്ങനെ പിടിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ് കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. തങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? മകൻ മരിച്ചത് വിഷയമല്ല, ഭർത്താവ് മരിച്ചത് വിഷയമല്ല, പിതാവ് മരണപ്പെട്ടത് വിഷയമല്ല, സഹോദരൻ മരണപ്പെട്ടത് വിഷയമല്ല. തങ്ങളുണ്ടെങ്കിൽ എല്ലാ മുസീബത്തും നിസ്സാരമാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ ആയത്തിന്റെ നേര് സാക്ഷ്യമാണ്. ഈ സമുദായത്തിലെ പൂർവികരായ ആളുകൾ സ്വഹാബത്തിന്റെ കഥകൾ പരിശോധിച്ചാൽ, താബിഈകളുടെ കഥകൾ പരിശോധിച്ചാൽ, ഔലിയാഇന്റെ കഥകൾ പരിശോധിച്ചാൽ, എല്ലാവരുടെയും ഏറ്റവും വലിയ പിരിശപാത്രമാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടല്ലേ എത്ര തങ്ങളെ കുറിച്ച് കേട്ടാലും എത്ര പറഞ്ഞാലും അവർക്ക് മടുപ്പുളവാകുന്നില്ല. വഅലം ബി അന്ന മൻ അഹബ്ബ അഹ്മദ ലാ ബുദ്ദ അൻ യഹ്വ ഇസ്മഹു മുറദ്ദദ ലിദാക അഹ്ലുൽ ഇൽമി സന്നുൽ മൗലിദ. ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് ഒരു ചെറിയ മൗലിദുണ്ട് അവിടത്തേക്ക്. അതിൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ എത്ര തങ്ങളെ കുറിച്ച് കേട്ടാലും അവർക്ക് മടുപ്പില്ല. വീണ്ടും കേൾക്കാൻ അവർക്ക് വലിയ ആഗ്രഹമാണ്, താല്പര്യമാണ്. ആ തങ്ങളെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയാണ് റബീഉൽ അവ്വൽ മാസത്തിൽ വിപുലമായ മൗലിദ് അവർ സംഘടിപ്പിച്ചത്. പൊതുവെ മൗലിദുകൾ അവർ സംഘടിപ്പിച്ചത് നബി തങ്ങൾ അപദാനങ്ങളല്ലേ പറയുന്നത്, അപദാനങ്ങളല്ലേ കേൾക്കുന്നത്. അതവർക്ക് വലിയ ഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹബ്ബത്തുർ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന് ധാരാളം അടയാളങ്ങളുണ്ട്. വലി മഹബ്ബത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാമാത്തുൻ. ഇമാം ഖുസ്തുല്ലാനി എഴുതുന്നു, നബി തങ്ങളോടുള്ള സ്നേഹം കേവലം അവകാശവാദമായാൽ പോരാ, അതിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് തങ്ങളെ കുറിച്ച് ധാരാളം കേൾക്കാനുള്ള താല്പര്യമുണ്ടാകുക, മടുപ്പുളവാകാതെ കേൾക്കുക. നമുക്ക് കേൾക്കാനൊക്കെ താല്പര്യം കണക്കാണ്, കേൾക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലാൻ നമ്മളില്ല. ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ തബഖാത്തിൽ എഴുതിയത് കാണാം. അബുൽ അബ്ബാസിൽ മുർസി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു. വലിയ വലിയാണ് സൂഫിയാൻ. ഇദാ സമിഅ അഹദൻ, ആരെങ്കിലും യൻതിഖു ബിസ്മില്ലാഹി വബിസ്മി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ പേര് പറയുന്നത് കേട്ടാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നാമമുണ്ടല്ലോ, ആരെങ്കിലും ഉച്ചരിക്കുന്നത് കേട്ടാൽ ഖറബ ഫമഹു മിൻ ഫീഹി ഹത്താ യൽതഖിത ദാലികൽ ഇസ്മ, ആ വിശുദ്ധമായ നാമത്തെ തന്റെ വായ ചേർത്ത് വെച്ച് വായിലേക്ക് അങ്ങ് വിഴുങ്ങുന്നു, ആവാഹിക്കുകയാണ്. ഖൗഫൻ യബുർസ ഫിൽ ഹവാ, അതെന്ത് ഭയപ്പെട്ടിട്ടാണ്? പൊടിപടലങ്ങളുള്ള അഴുക്കുള്ള മാലിന്യങ്ങളുള്ള അന്തരീക്ഷത്തിൽ റസൂലുള്ളാഹിന്റെ പേര് പോകാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നത് കേട്ടാൽ തന്റെ വായ ആ പറയുന്ന വ്യക്തിയുടെ വായയോട് ചേർത്ത് വെച്ച് ആ നാമം അങ്ങ് വിഴുങ്ങാണ്. ബഹുമാനാണ് ആ നാമത്തോടുള്ള ബഹുമാനം. നമുക്ക് എത്ര കണ്ട് ബഹുമാനമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ വലിയ ഒരു അടയാളമാണ്. മറ്റൊരു അടയാളമാണ് ധാരാളമായി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുക, കേൾക്കുക, തങ്ങളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ധാരാളം സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ ചൊല്ലുക. ഇത് ശഅബാൻ മാസമാണ്. ശഅബാൻ മാസത്തെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, അത്
അത് ഷഹ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. അതിന്റെ കാരണം എന്താണ്? സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന നിർദ്ദേശമുള്ള ആ ആയത്ത് അവതരിച്ചത് ഈ ശഅബാൻ മാസത്തിലാണ് എന്ന് ഇമാം ഖുസ്തുലാനി റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പൊ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ. ഇടക്ക് സാന്ദർഭികമായി ഞാനൊന്ന് പറഞ്ഞതാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വസീല, ധാരാളം വസീലകളുണ്ട്. അല്ലാഹുവെ പ്രാർത്ഥിക്കാൻ, അവന്റെ തൃപ്തി ലഭിക്കാൻ ഒരുപാട് വസായിലുകൾ മഹാന്മാരെ പറയുന്നു. ഭക്ഷണ വിതരണം ചെയ്യുന്നു, മറ്റു സ്വതക്കകൾ നൽകുന്നു. ഇതൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള വലിയ വഴികളാണ്. അതിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിലേക്കുള്ള ഖുർബത്ത്, ആ സാമീപ്യം കിട്ടാൻ ഏറ്റവും വലിയ വസീല എന്താണ്? ഇമാമുകളൊക്കെ പറയുന്നു അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക. മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് വൈകുന്നേരം ഇവിടെ ഷാദുലി റാത്തിബ് ഉണ്ടായിരുന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ വായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചു. ഇമാം ഷഅറാനി തബഖാത്തിൽ എഴുതുകയാണ്, യാ റസൂലല്ലാഹ് തുഖബ്ബിലു ഫമീ, തങ്ങൾ എൻ്റെ വായ ചുംബിക്കുന്നുവോ? എങ്ങനെ ചുംബിക്കാതിരിക്കും? പകല് 1000 സ്വലാത്ത്, രാത്രി 1000 സ്വലാത്ത് നിരന്തരം ചൊല്ലുന്ന ചുണ്ടല്ലേ ഇത്, വായയല്ലേ ഇത്, എങ്ങനെ ചുംബിക്കാതിരിക്കും? അപ്പൊ നിത്യേന ധാരാളം സ്വലാത്ത് നമ്മൾ ചൊല്ലണം. ഒഴിവുള്ള സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സ്വലാത്ത് തങ്ങൾക്ക് മേലെങ്ങനെ ചൊല്ലുക. ഒരു ജാമിഅയായ പദം തെരഞ്ഞെടുത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ തങ്ങളുടെ പേരിൽ അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി ഇന്നും ഞാൻ കണ്ടു. മഹാനവറുകൾ പറയുന്നു, ആവശ്യങ്ങൾ നിറവേറാൻ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ ഏറ്റവും വലിയ ഉപായം, ഏറ്റവും വലിയ വഴി എന്താണ്? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ കസറത്തു സ്വലാത്ത്, ധാരാളം സ്വലാത്ത് അങ്ങനെ ചൊല്ലുക എന്നുള്ളതാണ്. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാവിലും പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് ചൊല്ലണം. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ സാന്ദർഭികമായി ഇടക്ക് പറഞ്ഞതാണ്. സ്വലാത്ത് ഷഅബാനിന്റെ മാസമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന ഒരു വഴക്കം നമുക്കുണ്ടാവണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് മനസ്സാന്നിധ്യത്തോടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സാന്നിധ്യമില്ലാതെ ചൊല്ലിയാലും സ്വലാത്തിന് പവറുണ്ട്. ഞാനീ പറഞ്ഞ ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സാന്നിധ്യത്തോടെ ഹുദൂറുൽ ഖൽബോടെ ചൊല്ലിയാൽ അതിന് പ്രത്യേകമായ നേട്ടങ്ങളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണാൻ അതൊക്കെ വലിയ വഴിയാണ്. രാത്രി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്ത് നഅം സറാതീഫു മൻ അഹ്വാ ഫഅർഖനി والحب يعترض اللذات بالألم എന്ന ഖസീദത്തുൽ ബുർദയിലെ ആ വരി കണ്ണടയോളം ഉറങ്ങുവോളം അങ്ങനെ ചൊല്ലിക്കിടന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്ന് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇവിടെ നമ്മുടെ വഅദിന്റെ ആമുഖമായിട്ട് ബുർദ ചൊല്ലിയല്ലോ. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും വലിയൊരു മദ്ഹറാണ് ഖസീദത്തുൽ ബുർദ. ഇമാം ഇബ്നു ഹജ്ർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മിനഹുൽ മക്കിയയിൽ പറഞ്ഞതു കാണാം, ഖുർആനും ഹദീസും കഴിഞ്ഞാൽ ഇത്രമേൽ ഖിദ്മ ചെയ്യപ്പെട്ട മറ്റൊരു രചന വേറെയില്ല. സർവ്വ വീടുകളിലും ഖുർആൻ പോലെ ഒരു നിത്യവൃതായി ബുർദ പാരായണം ചെയ്യുന്നു ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്വീകാര്യത നൽകി ആദരിച്ച ഒരു ഖസീദയാണ് ബുർദ. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന് ഈ ലോകത്ത് വിലാസം ഉണ്ടാക്കി കൊടുത്തത് ബുർദയാണ്. ആ ബുർദ അതിന്റെ ശുറൂത്തുകളൊക്കെ പാലിച്ചു ചൊല്ലിയാൽ
വലിയ അഥറാണ്. ബുറുദ ചൊല്ലാൻ 9 നിബന്ധനകളുണ്ട്. അതിലൊന്ന് വുളു ഉണ്ടായിരിക്കുക, ഖിബ്ലക്ക് മുന്നിടുക, ഓരോ വരിക്കും ജവാബ് ചൊല്ലുക. ആ ജവാബ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ എന്ന ജവാബ് തന്നെയാകുക. ആ ഉപാധികളൊക്കെ പാലിച്ച് ചൊല്ലിയാൽ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ ഖസീദത്തുൽ ബുർദ പാരായണം ചെയ്യപ്പെട്ടത് അത് തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഇമാം ഖർപൂതി റഹിമഹുല്ലാഹ് അവിടുത്തെ അസ്വീദത്തു ശുഹദയിൽ പറഞ്ഞത് കാണാം. അതൊക്കെ ഉസ്താദുമാര് വിശദീകരിച്ചു തരും. വെള്ളിയാഴ്ച ഇശാ മഗ്രിബിനിടയിൽ അങ്ങനെ എല്ലാ ദിവസവും ബുർദ ചൊല്ലിയാൽ, എല്ലാ വെള്ളിയാഴ്ച രാവിലും ചൊല്ലിയാൽ വലിയ നേട്ടമുണ്ട് എന്ന് ബുർദയുടെ ശുറാഹുകളൊക്കെ പറഞ്ഞത് കാണാം. അതിന് ജവാബ് ചൊല്ലുമ്പോൾ മൗലായ സ്വല്ലി വസല്ലിം എന്ന് പറയുന്ന ജവാബ് തന്നെ ഓരോ വരിക്കും ചൊല്ലണം. അതിനൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദ ഇങ്ങനെ എഴുതി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് ഫമബുല്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, നബി തങ്ങളെ കുറിച്ച് എനിക്കറിയുന്നതിന്റെ പരമാവധി അന്നഹു ബശറു, നബി തങ്ങൾ ഒരു 1-ാം നമ്പർ മനുഷ്യനാണ്. ദൈവമല്ല, ദൈവാവതാരമല്ല, എന്നാൽ സാധാരണ സൃഷ്ടിയല്ല, വല്ലാത്തൊരു സൃഷ്ടിയാണ്, മനുഷ്യരാണ്. പിന്നെ 2ാമത്തെ മിസ്റാ എഴുതാൻ കിട്ടുന്നില്ല. മഹാനവറുകൾ പേന വെച്ചൊന്ന് മയങ്ങിപ്പോയി. അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ വരി പൂർത്തിയാക്കാത്തത്? യാ റസൂലല്ലാഹ്, അടുത്ത വരി എഴുതാൻ കിട്ടുന്നില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അത് നബി തങ്ങൾ കൂട്ടിക്കൊടുത്ത വരിയാണ്. അപ്പൊ അതും മാനിച്ചുകൊണ്ടാണ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്ന ആ സ്വലാത്ത് തന്നെ ചൊല്ലണം. അത് ഓരോ വരിക്കും ചൊല്ലണം. മറ്റൊരു ഉപാധിയാണ് ബുർദ ഇഅ്റാബൊന്നും തെറ്റാതെ കൃത്യമായി ചൊല്ലുക. അയ്യകൂനൽ ഖാരിഉ ആലിമൻ ബിമആനിഹാ, ബുർദ ചൊല്ലുന്ന ആളുകൾ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. ഇരിക്കട്ടെ, അതൊക്കെ ഞാൻ സാന്ദർഭികമായി സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാ. അപ്പൊ ചുരുങ്ങിയത് ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും മുടങ്ങാതെ ചൊല്ലുന്ന ഒരു വഴക്കം. സ്വലാത്ത് മാത്രല്ല, സലാമും കൂട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നോ, അതല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് വളരെ പോരിശയുള്ള സ്വലാത്താണ്, അതോ ഏതെങ്കിലും ഒരു സ്വലാത്ത്, സ്വലാത്തിന്റെയും സലാമിന്റെയും പദങ്ങൾ സമ്മേളിക്കുന്ന ആ ഒരു ജാമിആയ പദം തെരഞ്ഞെടുത്ത് ചുരുങ്ങിയത്, സമയമില്ലാത്ത ആളുകൾ ഒരു 100 സ്വലാത്ത്, അതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഒഴിവുള്ള സമയത്തൊക്കെ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ഒരു വലിയ പ്രകാശനമാണ് കസറത്തു സ്വലാത്തിലൂടെ നടക്കുന്നത്. എവിടെന്നാ ഞാൻ പറഞ്ഞു വന്നത്? തങ്ങളോടുള്ള മഹബ്ബത്ത് പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികളെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും വീര്യപ്പെട്ട സർവ്വതിനേക്കാളും വലുതായിരുന്നു. അതാണ് നിങ്ങളെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും എന്തു പറഞ്ഞത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിതാവ്, അവന്റെ മക്കൾ, അതവന് ഏറ്റവും വീര്യപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് പ്രിയപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും പിരിശപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എഴുതി, ഫകഫാ ബിഹാദാ حظا وتنبيها ودلالة وحجة على التزام محبته ووجوب فرضها. മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാത്തിനേക്കാളും സ്നേഹമുണ്ടാകണം എന്നത് വിളിച്ചറിയിക്കുന്ന ഏറ്റവും വലിയ പ്രമാണമാണ് ഈ ആയത്ത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതി, എല്ലാ അമ്പിയാക്കളെയും സ്നേഹിക്കണം, പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖാസ്മായ ഒരു സംഗതിയാണ് എന്ന്
മഹാനവറുകൾ പറഞ്ഞത് കാണാം. എല്ലാവരെയും, എല്ലാ അമ്പിയാക്കളെയും സ്നേഹിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കണം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒന്നാണ്. അത് വെറുതെ പറയില്ല. ഇപ്പൊ ഒരാളോട് നമുക്ക് സ്നേഹം തോന്നാനുള്ള നിമിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ നിമിത്തങ്ങൾ പലതായിരിക്കും. വളരെ കാര്യമായി പ്രധാനമായി പറയുക ഒരു 3 നിമിത്തങ്ങൾ ഉണ്ടാകും. ഒരാളോട് സ്നേഹം തോന്നാൻ ഒന്നുകിൽ അയാളുടെ ശാരീരികമായ അഴക്, ഭംഗി, ഹുസ്ന്, ആ സൗന്ദര്യം, അത് ഒരാളോട് സ്നേഹം തോന്നാനുള്ള ഒരു നിമിത്തമാണ്. അങ്ങനെ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അതാരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് അർഹതയുണ്ടാകുക? ആരെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടി വരിക? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ യാ റസൂലല്ലാഹ്, തങ്ങളെക്കാൾ അഴകുള്ള ഒരാളെ എന്റെ കണ്ണു കണ്ടിട്ടില്ല, തങ്ങളെക്കാൾ ഭംഗിയുള്ള അഴകുള്ള ഒരാളെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഏറ്റവും സൗന്ദര്യമുള്ള ആളാരാണ്? നബിതങ്ങളാണ്. ഇമാം ഖുസ്തുല്ലാനി തങ്ങൾ മവാഹിബുൽ ലദുന്നിയിൽ എഴുതുകയാണ്, ഇഅ്ലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഈമാന ബി അന്ന അല്ലാഹു തആല ജഅല ഖൽഖ ബദനിഹി ശരീഫി അലാ വജ്ഹിൻ. ഒരു മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണല്ലോ, ആ തങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണല്ലോ. ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് നബിതങ്ങളെ കുറിച്ച് വിശ്വസിക്കണം. എന്ത്? ഒരാളുടെയും മേനി നബിതങ്ങളെ മേനിയെപ്പോലെ അല്ലാഹു പടച്ചിട്ടില്ല. ഏറ്റവും സുന്ദരമായ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ അല്ലാഹു പടച്ചിട്ടുള്ളത്. നബി തങ്ങളെക്കാൾ അഴകുള്ള ഒരാളിവിടെയില്ല. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറയുകയാണ്, ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അമ്പിയാക്കൾക്കും മേലെയായി. ഏത് വിഷയത്തിൽ? ഫീ ഖൽഖിൻ, ശാരീരിക അഴകിന്റെ വിഷയത്തിൽ, വഫീ ഖുലുഖിൻ, സ്വഭാവ മഹിമയുടെ വിഷയത്തിൽ. ഒരാളെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാര്യമായി നമ്മൾ പരിഗണിക്കുക. അയാളുടെ സ്വഭാവം, അയാളുടെ ശാരീരികമായ അഴക്, ഈ 2 വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അമ്പിയാക്കൾക്കും മേലെയാണ്. നബി തങ്ങളെപ്പോലെ അഴകുള്ള ഒരാളും ഇവിടെ ഇല്ല. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സമ്പൂർണരായ ആളുകളാരാണ്? അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ വെച്ചോ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നിരുപാധികം ഏറ്റവും ശ്രേഷ്ഠരായ ആള് വഅഫ്ളലുൽ ഖൽഖി അലൽ തുലാഖി നബിയുനാ ഫമിൽ അനിശ്ഖാഖി. ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നബിതങ്ങൾ മറ്റു അമ്പിയാക്കൾക്ക് എല്ലാം മേലെയാണ്. ഏത് വിഷയത്തിൽ? ശാരീരിക സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ. മറ്റൊന്ന് സ്വഭാവ മഹിമയുടെ വിഷയത്തിൽ. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. മറ്റൊരമ്പിയാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിവിന്റെ വിഷയത്തിലോ ഉദാരതയുടെ വിഷയത്തിലോ അടുത്തിട്ട് പോലുമില്ല. كالزهر في ترف والبدر في شرف
والبحر في كرم والدهر في همم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃദുലതയുടെ വിഷയത്തിൽ പുഷ്പം പോലെയാണ്, മഹത്വത്തിന്റെ വിഷയത്തിലോ 14 രാവിലെ ചന്ദ്രനെ പോലെയാണ്. വൽബഹരി ഫീ കറമി, ഉദാരതയുടെ വിഷയത്തിലോ സമുദ്രം പോലെയാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. നബി തങ്ങളോട് കിടയക്കുന്ന ഒരു സൗന്ദര്യം ഇവിടെയില്ല. സാധാരണ പറയാറുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സൗന്ദര്യമുള്ള ആളാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകിയത്. ഫഖദ് അഅതൽ ഹുസ്ന കുല്ലഹു ലിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സൗന്ദര്യം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ് പറയുന്നത്. അത് മാത്രം പറയാൻ 1 2 3 ദിവസം പോരാ. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം